ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണെന്ന് തോന്നുന്നു. അതെ, ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ, ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ നടുഭാഗം, ഒന്നാം വള്ളമില്ല. രണ്ടാം ട്രാക്കിൽ നടുഭാഗം. മൂന്നാം ട്രാക്കിൽ അയാപറമ്പ് പാണ്ടി. നമ്പർ വള്ളം നടുഭാഗം ബോട്ട് ക്ലബിന്റെ സുനിൽ ജോസഫ് വഞ്ചിക്കൽ ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂന്നാം നമ്പർ വള്ളം അയാപറമ്പ് പാണ്ടി UBC കൈനഗരി പൊന്നമട കായലിൽ ഇതിഹാസം രചിച്ച UB അങ്ങനെ രണ്ട് വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ വളരെ മനോഹരമായി അത്യന്തം വീറോടുകൂടി കടന്നു വരുന്നു. തുറന്നുള്ള ദൃക്സാക്ഷി വിവരണം നൽകുന്നതിന് വേണ്ടി സന്തോഷ് വെളിയനാടിന് മൈക്ക് കൈമാറുകയാണ്. നന്ദി ജയപ്രകാശ് കിടങ്ങറ. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് ഏകദേശം മധ്യഭാഗം പിന്നിട്ടപ്പോഴേക്കും രണ്ട് ജലരാജാക്കന്മാർ കടന്നു വരുന്നു. നടുഭാഗവും അയാപറമ്പ് പാണ്ടിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ട് ഇരുകരകളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ ആകാംക്ഷത്തിൽ ആറാടിച്ചുകൊണ്ട് ആ രണ്ട് ജലരാജാക്കന്മാർ, പേരും പെരുമയുമുള്ള രണ്ട് ജലരാജാക്കന്മാർ, പേരും പെരുമയുമുള്ള രണ്ട് ക്ലബ്ബുകൾ, അവരങ്ങനെ സർവശക്തിയും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം ചെറുതന്നെ നടുഭാഗവും അയാപറമ്പ് പാണ്ടിയും ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നു. അയാപറമ്പ് പാണ്ടിയാണോ നടുഭാഗമാണോ രണ്ടും ഇഞ്ചുകളുടെ വ്യത്യാസം പോലും ഇല്ലാതെ ഒരു ചരട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഫൈനൽ മത്സരം ഇതാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പത്തിനൊപ്പം അതിമനോഹരമായ രീതിയിൽ കടന്നു വരികയാണ്. നടുഭാഗമാണോ അയാപറമ്പ് പാണ്ടിയാണോ? അയാപറമ്പ് പാണ്ടി അല്ല, നടുഭാഗം. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരിഞ്ഞ പോരാട്ടം. കുട്ടനാടിന്റെ മുഴുവൻ സാംസ്കാരിക ചൈതന്യവും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് ആ നയമ്പുകൾ ജലത്തുള്ളികളെ ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട് ആ പങ്കായങ്ങൾ, അടപങ്കായങ്ങൾ പമ്പരം പോലെ കറക്കിയെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കടന്നു വരുന്നു. ശേഷം വിവരണം ജോളിയെതിരെ. താങ്ക് യു മിസ്റ്റർ സന്തോഷ് വെളിയനാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല. രണ്ടാം ട്രാക്കിൽ 5 നമ്പർ വള്ളം നടുഭാഗം ബോട്ട് ക്ലബ്ബ് സുനിൽ ജോസഫ് വഞ്ചിക്കൽ ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ 3 നമ്പർ വള്ളം അയാപറമ്പ് പാണ്ടി UBC കൈനഗരി, അതേ പത്മകുമാർ SPR ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഒന്ന് എത്തി നോക്കാം. നടുഭാഗത്തിന് ചരിത്രമുണ്ട്. 1952 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതേ തിരുക്കൊച്ചി സന്ദർശിച്ചപ്പോഴാണോ മൺട്രോ തുരുത്തിൽ സജ്ജീകരിച്ച വേളയിൽ 9 ജലരാജാക്കന്മാർ, നടുഭാഗവും നെൽസനും ഗോപാലകൃഷ്ണനും പാർത്ഥസാരഥിയും നെപ്പോളിയനും ഗിയർഗോസും ഉൾപ്പെടെയുള്ള ആ വള്ളങ്ങളിൽ തുഴഞ്ഞു നിന്നപ്പോൾ അന്ന് വമ്പന്മാരുടെ കൊമ്പൊടിച്ചവൻ നടുഭാഗമെങ്കിൽ 2019 പ്രഥമ CBL മത്സരത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയിപ്പിച്ച വള്ളമാണ്. 12 മത്സരങ്ങളിൽ കൊല്ലം മെറൈൻ ഡ്രൈവ് ഒഴിച്ച് ബാക്കി മുഴുവൻ പിടിച്ചെടുത്ത നടുഭാഗം അന്ന് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയിച്ചെങ്കിൽ അതേ അതിന്റെ ക്യാപ്റ്റന് 1-ാം പങ്കായത്തിൽ സന്തോഷം ആനാരിയും, അതേ തുഴയില് സെബിനും, ലീഡിംഗ് ക്യാപ്റ്റനിൽ ഹരിലാലും ബാലൻ മുട്ടാറും നടക്കുമ്പോൾ ഇതാ അയാപറമ്പ് പാണ്ടി യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി 12 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയിട്ടുള്ള ടീം. 63 ഗിയർഗോസില്, 64 സെന്റ് ജോർജില്, 65 68 പാർത്ഥസാരഥിയില്, 70 കല്ലൂപ്പറമ്പില്, 76 കാരിച്ചാലില്, 79 വലിയ ദിവാച്ചിയില്, 89 90 91 ചമ്പക്കുളത്തില്, 93 കല്ലൂപ്പറമ്പനില്, 2014 ചമ്പക്കുളത്തില്. അങ്ങനെ ആ PR പത്മകുമാറിന്റെ നേതൃത്വത്തില് കുട്ടനാടിന്റെ ഹൃദയതാളം അതേ അയാപറമ്പ് പാണ്ടിയിൽ വരുന്നു. നടുഭാഗം കരക്കാരുടെ ഛത്രപതി അതേ രണ്ടിലൂടെ വരുന്നു. പവർ പാണ്ടി, അയാപറമ്പ് പാണ്ടി അവര് വരുന്നു. 3ലൂടെ UBCയും നടുഭാഗവും ഇതാ ഒരുപോലെ അയ്യടാ പോയടാ വിളിയുടെ താളലഹരിയിൽ അല്പം മുൻപില് നടുഭാഗം വമ്പന്മാരുടെ കൊമ്പൊടിച്ചവൻ ഇതാ പവർ പാണ്ടിയെ പിടിച്ചു കെട്ടുന്നു. UBCയെ പിടിച്ചു കെട്ടുവോ? ചോദ്യങ്ങൾക്ക് നടുവില് തുഴപ്പാടുകളോ അല്ല. പവർ പാണ്ടി അവരുടെ അവസാന മിനിറ്റുകളില് UBC ആണെന്ന് തെളിയിക്കുന്നു. അങ്ങനെ ആവേശത്തില് ആര് ജയിച്ചു എന്ന് ഇവിടെ പറയേണ്ടത്